ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുറച്ച് പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഗ്രീൻ ലെങ്സ് ഓഫ് കേരള എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കൊച്ചി, വയനാട്, തിരുവനന്തപുരം, കൊല്ലം. ഏതാണ്? വയനാടാണ്. ഇനി അടുത്ത ചോദ്യം, ഓസോൺ ദിനം ആചരിക്കുന്നത് ഏത് തീയതിയിലാണ്? ജൂൺ 5, ജൂലൈ 11, സെപ്റ്റംബർ 16, ഒക്ടോബർ 2. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഓക്കെ. ജൂൺ 5 എന്താണ്? പരിസ്ഥിതി ദിനം. ജൂലൈ 11 ജനസംഖ്യാ ദിനം. സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഒക്ടോബർ 2 അറിയാലോ, ഗാന്ധി ജയന്തിയാണ്. ഇനി ലോക ജലദിനം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? മാർച്ച് 22, ഏപ്രിൽ 22, മെയ് 22, ജൂൺ 5. അപ്പം മാർച്ച് 22. ഏർത്ത് സമ്മിറ്റ് ഭൗമ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ടോക്കിയോ, റിയോ ഡി ജനീറോ, ഡൽഹി, ലണ്ടൻ. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്, റിയോ ഡി ജനീറോ. ഇനി അടുത്തത്, സുസ്ഥിര വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ആശയം ആദ്യമായി ലോക ശ്രദ്ധയിൽ കൊണ്ടുവന്ന റിപ്പോർട്ട് ഏതാണ്? ക്യോട്ടോ റിപ്പോർട്ട്, ബ്ലഡ് ലാൻഡ് റിപ്പോർട്ട്, റിയോ റിപ്പോർട്ട്, മോൺട്രിയൽ റിപ്പോർട്ട്. ഏതാണ്? ബ്ലഡ് ലാൻഡ് റിപ്പോർട്ട്. ഇനി അടുത്ത, ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക ആരാണ്? സുന്ദർലാൽ ബഹുഗുണ, എം.എസ്. വിശ്വനാഥൻ, വർഗീസ് കുര്യൻ, വിക്രം സാരാഭായ്. അപ്പം അതിൽ ഓപ്ഷൻ എ സുന്ദർലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക. എം.എസ്. സ്വാമിനാഥൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഹരിത വിപ്ലവത്തിൻ്റെ, അതായത് ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവാണ് എം.എസ്. സ്വാമിനാഥൻ. ഓക്കെ. അപ്പോൾ ഇനി അടുത്തത് വർഗീസ് കുര്യൻ, വിക്രം സാരാഭായ്. അപ്പോൾ നമുക്ക് ചിപ്കോ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടത് ആരാണ്? സുന്ദർലാൽ ബഹുഗുണയാണ്. താഴെ പറയുന്നതിൽ അമ്ലമഴയ്ക്ക് പ്രധാന കാരണമാകുന്ന വാതകം ഏതെന്നാണ് ചോദ്യം. ഓക്സിജൻ, നൈട്രജൻ, സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡും ഹൈഡ്രജനും. അപ്പോൾ ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, സൾഫർ ഡൈ ഓക്സൈഡും നൈട്രജൻ ഓക്സൈഡുമാണ് അമ്ലമഴയ്ക്ക് കാരണം. ഇനി അടുത്തത്, താഴെ പറയുന്നതിൽ ഏറ്റവും പരിസ്ഥിതി സൗഹൃദമായ ഗതാഗത മാർഗം ഏത്? പരിസ്ഥിതിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഗതാഗത മാർഗം ഏതാണെന്നാണ് ചോദിച്ച്. കാറ്, മോട്ടോർ സൈക്കിൾ, സൈക്കിൾ, വിമാനം. ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം, സൈക്കിൾ. സൈക്കിളിൽ നമ്മൾ ഒരു ഇന്ധനം ഉപയോഗിക്കുന്നില്ലല്ലോ, അല്ലേ? കാറിലാണെന്ന് നമുക്ക് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വേണം. ഓക്കെ. വിമാനത്തിലും നമുക്ക് ഇന്ധനം ആവശ്യമാണ്, സൈക്കിളിന് ഇന്ധനം ആവശ്യമില്ല. തിങ്ക് ഗ്ലോബലി, ആക്ട് ലോക്കലി എന്ന മുദ്രാവാക്യം പ്രധാനമായും എന്തിനെ പ്രോത്സാഹിപ്പിക്കുന്നു? ആഗോള വ്യാപാരം, പരിസ്ഥിതി സംരക്ഷണം, വ്യവസായവൽക്കരണം, നഗരവൽക്കരണം. എന്താണ് ശരിയായ ഉത്തരം? പരിസ്ഥിതി സംരക്ഷണം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? പെരിയാർ, ഇരവികുളം, സൈലന്റ് വാലി, മതികെട്ടാൻ ചോല. ഏതാണ്? ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. ഇനി അടുത്ത, റെഡ് ഡാറ്റ ബുക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെഡ് ഡാറ്റ ബുക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സാമ്പത്തിക കണക്കാണോ, അല്ലെങ്കിൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ, കാലാവസ്ഥ വിവരങ്ങൾ, വനവിസ്തൃതി. ശരിയായ ഉത്തരം എന്താണ്? റെഡ് ഡാറ്റ ബുക്ക് എന്ന് പറഞ്ഞാൽ വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളാണ്. ഒരു ജീവിയുടെ സ്വാഭാവിക വാസസ്ഥലത്തെ എന്താണ് വിളിക്കുന്നത്? ഹാബിറ്റാറ്റ്, എക്കോസിസ്റ്റം, ബയോസ്ഫിയർ, പോപ്പുലേഷൻ. ശരിയായ ഉത്തരം എന്താണ്? ഹാബിറ്റാറ്റ്. ഓക്കെ. ഇനി അടുത്തത്, വെറ്റ്ലാൻഡുകളുടെ അന്താരാഷ്ട്ര ദിനം എന്ന ഏത് തീയതിയിലാണ്? ഫെബ്രുവരി 2, മാർച്ച് 2, ഏപ്രിൽ 2, മെയ് 2. ഏതാണ്? തണ്ണീർത്തട ഏത് ദിനമാണ്? ഫെബ്രുവരി 2. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ പ്രകൃതിദത്ത ഹരിതഗൃഹവാതകം ഏത്? മീത്തേൻ, ഓക്സിജൻ, ഹൈഡ്രജൻ, നിയോൺ. ശരിയായ ഉത്തരം മീത്തേൻ. ഇനി അടുത്തത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.